ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബൈബിളിലെ ഉൽപ്പത്തി മുതൽ ഉത്തമഗീതം വരെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് 30 വചനങ്ങളാണ്. ഉൽപ്പത്തി 1:27 ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ലേവ്യർ 26:12 ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. സംഖ്യ 6:27 ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ളവർ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ന്യായാധിപന്മാർ 16:15 നിന്റെ ഹൃദയം എന്നോട് കൂടിയില്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും. റൂത്ത് 2:12 നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. 1 സാമുവേൽ 2:2 നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ല. 2 സാമുവേൽ 7:19 എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു. 2 സാമുവേൽ 7:29 അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. 1 രാജാക്കന്മാർ 8:23 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അവരുടെ മേൽ അനന്ത സ്നേഹം ചൊരിയുകയും ചെയ്യുന്ന അങ്ങേപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. 2 രാജാക്കന്മാർ 5:15 ഭൂമിയിൽ ഇസ്രായേലിൻ്റേതല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ അറിയുന്നു. 1 ദിനവൃത്താന്തം 16:8 കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ പ്രഘോഷിക്കുവിൻ. 2 ദിനവൃത്താന്തം 6:30 മനുഷ്യരുടെ ഹൃദയങ്ങളെ ശരിയായി അറിയുന്നത് അവിടുന്ന് മാത്രമല്ലോ. എസ്രാ 3:11 ഇസ്രായേലിന്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കും. നെഹെമ്യ 4:20 നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പോരാടും. തോബിത്ത് 4:3 അമ്മയുടെ ഹിതം നോക്കണം, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. തോബിത്ത് 14:9 നിനക്ക് ശുഭം ഭവിക്കാൻ നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും നിയമവും പ്രമാണവും പാലിക്കുകയും ചെയ്യുക. യൂദിത്ത് 8:27 തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. എസ്തർ 13:14 എൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുകയില്ല. 1 മക്കബായർ 2:64 നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ, അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. ജോബ് 10:12 അങ്ങ് ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു, അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. സങ്കീർത്തനങ്ങൾ 16:5 കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. സങ്കീർത്തനം 37:5 നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, ബാക്കി അവിടുന്ന് നോക്കിക്കൊള്ളും. സുഭാഷിതങ്ങൾ 3:12 പിതാവ് പുത്രനോടെന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. സഭാപ്രസംഗകൻ 2:26 തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 12:14 നല്ലതോ ചീത്തയോ ആയ പ്രവൃത്തി കർത്താവ് നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും. ഉത്തമഗീതം 8:6 നിന്റെ ഹൃദയത്തിൽ മുദ്രയായും കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക.